സ്റ്റാർസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ നേരത്തെ ഇട്ട പുത്തൂർ സുവോളജിക്കൽ പാർക്ക് പാർട്ട് 2 ആണ്. അപ്പോൾ എല്ലാവരും ഇത് കാണുക, വാച്ച് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണം. കമൻറ്റൊക്കെ ഇപ്പോൾ നമുക്ക് തീരെ കുറവാണ്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സബ്സ്ക്രൈബും ചെയ്യുക. ഈ വീഡിയോയിൽ നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് പുള്ളിപ്പുലീനെയാണ്. പക്ഷെ നമുക്ക് പുള്ളിപ്പുലീനെ കാണാൻ പറ്റിയില്ല, അതിൻ്റെ സൈറ്റ് നമുക്ക് കിട്ടിയില്ല. അവിടെ നിന്ന് നമ്മൾ മുന്നോട്ട് നടക്കുമ്പോൾ നമുക്ക് പുത്തൂർ മലനിരകൾ ഫുള്ളായിട്ട് കാണാം. അവിടുത്തെ വ്യൂ ഒരു അടിപൊളി വ്യൂ തന്നെയായിരുന്നു. അവിടെ കുറച്ച് നേരം ഞങ്ങൾ ഇരുന്നിട്ടാണ്, പിന്നെ അവിടെ ഇരിക്കാൻ സ്ഥലമുള്ളതുകൊണ്ട് ഇരുന്നിട്ടാണ് പോയത്. അപ്പോൾ നല്ലൊരു മലനിരകളാണ്. ഈ സ്ഥലം മുഴുവൻ ഇനി അവർ ഇതുപോലെ തന്നെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പോകുന്നൊരു സ്ഥലം കൂടിയാണ് ഈ പുത്തൂർ മലനിരകൾ. അപ്പോൾ നമ്മളെ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ടൈഗറിൻ്റെ സെക്ഷനാണ്, ബംഗാൾ ടൈഗർ. അപ്പോൾ അവിടെ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര ഇങ്ങനെ ഷേക്കൊക്കെ നന്നായിട്ട് ആവണുണ്ട് ഈ വീഡിയോയിൽ, കാരണം അവിടെ ഭയങ്കര തിരക്കായിരുന്നു. അവിടെ നിന്ന് നടന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഈ കാട്ടിയുടെ സൈറ്റ് കിട്ടിയത്. അത് നമുക്ക് ഭയങ്കര ഹൈറ്റിൽ നിന്നാണ് നമുക്ക് കാട്ടിയുടെ സൈറ്റ് കിട്ടിയത്. പിന്നെ അവിടുന്ന് കുറച്ചും കൂടി നടന്നു പോകുമ്പോൾ ഒരു അത്യാവശ്യം തണലുള്ളൊരു ഏരിയ നമുക്ക് കാണാം. അവിടുത്തെ വ്യൂ ഇതുപോലെ അടിപൊളി വ്യൂ ആണ്. ചൂടിൻ്റെ ആഘാതം മൂലം നമ്മുടെ റീച്ചുകുട്ടി വരെ കൊടയെടുത്ത് ചൂടാൻ തുടങ്ങി. അത്രയും ചൂടാട്ടോ അവിടെ. നമ്മൾ മുകളിൽ നിന്ന് കണ്ട ആ കാട്ടീനെ നമ്മൾ കുറച്ചുകൂടി അടുത്ത് ചെന്ന് കണ്ടു. അത് നമ്മുടെ തണുത്തൊരു മരത്തിൻ്റെ അടിയിൽ കുറച്ച് റെസ്റ്റ്, അത്യാവശ്യം നന്നായി റെസ്റ്റ് എടുക്കുന്ന സമയത്താണ് നമ്മൾ അവിടെ ചെന്ന് ഈ വീഡിയോ എടുത്തത്. സൂവിൻ്റെ ഉള്ളിൽ തന്നെ അത്യാവശ്യം കഫറ്റീരിയകളും ക്യാൻറ്റീൻസൊക്കെ ഉണ്ട്. അത് നമുക്ക് അവിടെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങാം. പിന്നെ അവിടെ നിന്ന് നമ്മൾ നടക്കുമ്പോൾ ഒരു റോഡ് പോലത്തെ സ്ഥലം കാണാം. അവിടെ നിന്ന് നമ്മൾ താഴേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് എമു, അതുപോലെ തന്നെ ഓസ്ട്രിച്ച്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാം. നമ്മൾ ആദ്യം കണ്ടത് ഓസ്ട്രിച്ചിനാണ്. ആദ്യമായിട്ട് നമ്മൾ റിയ എന്ന് പറയുന്ന ഒരു ബേർഡിനെയും കൂടി നമ്മൾ കണ്ടു. അതും ഒരു അടിപൊളി ഒരു ബേർഡ് തന്നെയാണ്. പിന്നെ എമ്മുവിനെ കണ്ടു നമ്മൾ. പക്ഷേ ആ സ്ഥലത്തൊക്കെ നല്ല ചൂടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാട്ടർ ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് വാട്ടർ സ്പ്രിങ്കിൾ ചെയ്യുന്നുണ്ട്. നമുക്കത് നമ്മുടെ ഓസ്ട്രിച്ചും എമ്മൂനെയൊക്കെ ഒരു കോമ്പൗണ്ടിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഓസ്ട്രിച്ച് നടന്നു പോകുന്നുണ്ട്. പിന്നെ നമ്മൾ ഹിപ്പോപ്പൊട്ടാമസിൻ്റെ ഏരിയയാണ് കണ്ടത്. പക്ഷെ നമുക്ക് ഹിപ്പോപ്പൊട്ടാമസിനെ കാണാൻ പറ്റിയില്ല. പിന്നെ അവിടെ നിന്ന് നമുക്കൊരു ബസ് കിട്ടും. ആ വഴിക്ക് നമുക്ക് താഴേക്ക് എത്താം. അപ്പോൾ ഇത് ബസ്സിൽ നിന്ന് പോണ സമയത്ത് നമ്മളെടുത്ത വീഡിയോ ആണ്. നമുക്ക് ഇറങ്ങുമ്പോൾ മാത്രമാണ് ബസ് സർവീസ് ഉള്ളൂ. കയറുമ്പോൾ നമ്മൾ നടന്ന് തന്നെ കയറണം. അപ്പോൾ നമുക്ക് AC ബസ്സാണ് കിട്ടിയത്. അല്ലെങ്കിൽ മറ്റേ സാധാരണ നോർമൽ KSRTC ബസ് ഉണ്ട്. പക്ഷെ നമുക്ക് AC ബസ്സാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമ്മളതിൽ വേഗം കയറി പോന്നു. പോരാത്തതിന് അവിടെ ചൂടായതുകൊണ്ട് തന്നെ അത്രയും നേരം അത് കുറേ നടന്നുകൊണ്ട് തന്നെ ഞങ്ങൾ വയ്യാണ്ടായി. അപ്പോൾ ഈ AC ബസ്സിലൂടെ കയറിയപ്പോൾ വാവ്, എന്തൊരു സുഖമായിരുന്നു എന്നറിയില്ല കയറിയപ്പോൾ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ പുത്തൂർ സുവോളജിക്കൽ പാർക്കിൻ്റെ എപ്പിസോഡ് നമ്മൾ അവസാനിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഒരു 3-4 വർഷങ്ങൾക്ക് കഴിഞ്ഞിട്ട് അവിടെ ചെല്ലുന്നതായിരിക്കും നല്ലത്. അപ്പോൾ കുറച്ചും കൂടി ആനിമൽസൊക്കെ വരും. അതുപോലെ തന്നെ ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് അവിടെ വേറൊരു സെഷൻ തന്നെ അവർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു 3-4 വർഷത്തിനുള്ളിൽ അത്യാവശ്യം ആനിമൽസ് അവിടേക്ക് വരും. അപ്പോൾ ആ സമയത്ത് പോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് ദിസ്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ് ബിലോ.